ഹലോ ഗായ്സ്, സ്പോർട്സ് എല്ലാവർക്കും ഡി മാനസ്പിരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നാണ് May 21. ഫസ്റ്റ് ഓഫ് ഓൾ ലാലേട്ടൻ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ലാലേട്ടൻ നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് തന്നിരിക്കുകയാണ്, ദൃശ്യം 3 എന്ന് പറഞ്ഞ്. നമ്മൾ സാധാരണ ബർത്ത്ഡേക്ക് അങ്ങോട്ട് കൊടുക്കണമെന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടി. ഓക്കെ, ഒരു ഫൺ ഫാക്ട് പറയുകയാണെങ്കിൽ നാളെ എൻ്റെ സ്റ്റാർ ബർത്ത്ഡേ ആണ്. നാളാണ് എൻ്റെ ഒറിജിനൽ ബർത്ത്ഡേ ജൂൺ 8 തീയതിയാണ്. ബട്ട് എൻ്റെ നാളെയാണ്. ഓക്കെ, എൻ്റെ സ്റ്റാർ നക്ഷത്രം നാളെയാണ്. അപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സ് എല്ലാവർക്കും ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ മച്ച് അവൈറ്റഡ് ദൃശ്യം 3 പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച് ലാലേട്ടൻ, മീന, പിന്നെ എന്താ പറയുക, എസ്തർ, അൻസിബ, പിന്നെ അങ്ങനെ കുറേ പേര്, മുരളി ഗോപി, സിദ്ദിഖ്, അങ്ങനെ കുറേ ഹ്യൂജ് എൻസെമ്പിൾ കാസ്റ്റുള്ള ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയാണ്. ഓക്കെ, എൻ്റെ ഫേവററ്റ് മലയാളം ഡയറക്ടേഴ്സിൽ ഒരാളാണ് ജീത്തു ജോസഫ്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സിനിമയും കണ്ടുണ്ട് ജീത്തു ജോസഫിൻ്റെ, എല്ലാ സിനിമയും കണ്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, മച്ചവരുടെ സിനിമയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇന്ന് ഫസ്റ്റ് ഡേ തന്നെ കണ്ടിരിക്കുകയാണ്. ദൃശ്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ദൃശ്യം 1 ഞാൻ തിയേറ്ററിൽ പോയാണ് കണ്ടത്. ദൃശ്യം 1 ഞാൻ തിയേറ്ററിൽ, അപ്പോൾ എനിക്ക് എത്ര 5 വയസ്സായിരുന്നു. ദൃശ്യം ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് 5 വയസ്സായിരുന്നു. പിന്നെ ദൃശ്യം പിന്നെ അതിനുശേഷം തിയേറ്ററിൽ കണ്ടതിന് ശേഷം ഞാൻ പിന്നെ 100 തവണയെങ്കിലും ഞാൻ ടി വി കണ്ടാണ്, ടി വിയിലും OTT പ്ലാറ്റ്ഫോംസിലൊക്കെ. പിന്നെ ദൃശ്യം 2 പ്രൈം വീഡിയോയിൽ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പ്രൈം വീഡിയോയിൽ കണ്ടതാണ്. ദൃശ്യം 1 എനിക്ക് എന്താ പറയുക, എനിക്ക് വളരെ ഇഷ്ടമുള്ള സിനിമയാണ്. അതായത് എൻ്റെ ഫേവററ്റ് മലയാള സിനിമകളിൽ ഒന്നാണ് ദൃശ്യം 1. അതിൻ്റെ എന്താ പറയുക, സ്ക്രിപ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സിനിമയുടെ. 1 ആയാലും 2 ആയാലും എനിക്ക് എന്താ പറയുക, ആ രണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമയുടെ. അതായത് ആ എഴുതിയിരിക്കുന്ന രീതി, അതായത് ട്വിസ്റ്റ്സ് ഒക്കെ ഡെലിവർ ആയിരിക്കുന്ന ഒരു സാധനം, അതൊക്കെ, പിന്നെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എല്ലാം കിട്ടലുമാണ് ആ സിനിമയുടെ. ഈ 2 സിനിമകളിൽ ദൃശ്യം 1 ഉം 2, എസ്പെഷ്യലി 1. അപ്പോൾ ദൃശ്യം 1 എനിക്ക് ഫുൾ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കിടില പടമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ദൃശ്യം 2യുടെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ദൃശ്യം 2യുടെ വളരെ വീക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ഫസ്റ്റ് ഹാഫാണ്. അതായത് എന്താ പറയുക, ഒരു സീരിയൽ പോലത്തെ, അതായത് അത്യാവശ്യം വീക്കായിട്ടുള്ള അഭിനയങ്ങൾ എല്ലാവരുടെയും. പിന്നെ എന്താ പറയുക, ഒരു കഥ, എന്താ പറയുക, അതൊരു ഫാമിലി, ഒരു സീരിയൽ പോലത്തെ ഒരു മേക്കിംഗ് ഉള്ളൊരു ഫസ്റ്റ് ഹാഫ് വളരെ വീക്കായിട്ട് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കര നന്നായിരുന്നു ആ സിനിമയുടെ. എൻ്റെ കിളി പറത്തിയൊരു സെക്കൻഡ് ഹാഫ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് സിനിമയുടെ ദൃശ്യം 2യുടെ സെക്കൻഡ് ഹാഫ്, ക്ലൈമാക്സ് ഒക്കെ. അപ്പോൾ അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടമുള്ള സിനിമയാണ് ദൃശ്യം 2. അപ്പോൾ ദൃശ്യം 3 ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻസ് വളരെ ലോ ആയിരുന്നു. കാരണം ഒന്നാമത് ജീത്തു ജോസഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഫാമിലി സിനിമയായിട്ട് നിങ്ങൾ പോയി കാണണമെന്ന്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പോയി കണ്ടിരിക്കുകയാണ്. അപ്പോൾ സിനിമ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, എനിക്ക് ദൃശ്യം 2 എന്താണോ ഫീൽ ചെയ്തത്, ഓൾമോസ്റ്റ് അതേ ഒരു സാധനം എനിക്ക് ദൃശ്യം 3യും ഫീൽ ചെയ്തത്. ബട്ട് ദൃശ്യം 2 വേ ബെറ്ററായിട്ട് എനിക്ക് തോന്നി. അതായത് ദൃശ്യം 3 എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതായത് ഒരു ഒട്ടും മോശമല്ലാതെ എന്നാൽ അത്ര ഭയങ്കര നല്ലതും അല്ലാത്തൊരു 1 ടൈം വാച്ച് ഫ്ലിക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി ദൃശ്യം 3 തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം പറയാം, നമുക്ക് സിനിമ നല്ല കാര്യങ്ങളോട്ട് കാര്യം പറയാം. ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവാണ് ലാലേട്ടൻ ആസ് എൻ ആക്ടർ. അതായത് നമ്മൾ പറയില്ലേ, ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു ലാലേട്ടൻ്റെ. ഞാൻ അവസരമായിട്ട് ഇങ്ങനെ അഭിനയിച്ചത് ഞാൻ കണ്ടിട്ടുള്ളത് തുടരും സിനിമയിലാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് തുടരും. എമ്പുരാനിൽ പറഞ്ഞാൽ ലാലേട്ടനെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, മനസ്സിലായില്ലേ. ഹൃദയപൂർവ്വ സിനിമ എനിക്ക് അത്ര ഇഷ്ടവും പറ്റില്ല. ലാലേട്ടൻ അത്യാവശ്യം നന്നായിരുന്നു, പക്ഷേ സിനിമ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ തുടരുമായിരുന്നു ഒരു ഫുൾ പാക്കേജ്, മനസ്സിലായില്ലേ. അപ്പോൾ അതിൽ ലാലേട്ടൻ കിട്ടില്ലായിരുന്നു. പക്ഷേ ഈ സിനിമ അതൊക്കെ മേലെയാണ് പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. കിടിലൻ പെർഫോമൻസ് ആണ്. അതായത് സെക്കൻഡ് ഹാഫ് അല്ല, ത്രൂ ഔട്ട്, അതായത് ഒരു ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ആയിക്കോട്ട്, മാനറിസംസ് ആയിക്കോട്ട്, ആ ഒരു ക്യാരക്ടറിൻ്റെ സോളിനെ ഒന്ന് ആവാഹിച്ച് ബോഡിയിൽ വെച്ചേക്കാം, ഇങ്ങനത്തെ രീതിയിലാണ് പെർഫോം ചെയ്ത് വെച്ചേക്കണത്. അതായത് അറ്റൻഷൻ ഡിസോർഡർ പോലത്തെ ഒരു സാധനം ചില സീനുകൾ എന്താ പറയുക, നമുക്ക് ഈ സിനിമയിൽ കാണിക്കുമ്പോൾ ആപ്റ്റായിട്ട്, അതായത് എങ്ങനെ ടെൻഷൻ ആയിക്കോട്ട്, ലാലിൻ്റെ ടെൻഷൻ അടിക്കാൻ നമുക്ക് തോന്നും. അതായത് അയ്യോ ടെൻഷൻ, നമുക്ക് കണ്ടാൽ മനസ്സിലാവും ടെൻഷനാണെന്ന്. അങ്ങനത്തെ കിട്ടില്ല പെർഫോമൻസ്. ദൃശ്യം 2-ലൊരു പ്രശ്നം പറഞ്ഞില്ലേ, പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്ത് തൊട്ട് കഴിഞ്ഞിട്ട് 2021 ആ സിനിമ ഇറങ്ങി. അപ്പം എന്താ പറയുക, ഒരു ഫ്ലെക്സിബിലിറ്റി കുറവ് പോലത്തെ തോന്നി, കാരണം പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്യുന്നുണ്ട് മുഖത്ത്. പക്ഷേ ഈ സിനിമയിൽ ആ കുറവ്
എല്ലാം നികത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഈ സിനിമ നിങ്ങൾക്ക് അതിന് വേണ്ടി ടിക്കറ്റ് എടുക്കാം. ലാലേട്ടൻ്റെ പെർഫോമൻസ് കാണാൻ നിങ്ങൾക്ക് സിനിമയിൽ ടിക്കറ്റ് എടുക്കാമെന്ന് പറയും. ഒരിക്കലും ലോസ് നഷ്ടമാവില്ലെന്ന് പറയും. അത്ര കിഡിലൻ പെർഫോമൻസ് ആണ്. ഓക്കെ, ഞാൻ 101% സാറ്റിസ്ഫൈഡ് ആണ് ലാലേട്ടൻ്റെ പെർഫോമൻസ് ആസ് എ ഫാൻ ബോയ്. ഓക്കെ, കിഡിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. 1-2 സീനൊക്കെ കണ്ട് ഞാൻ എന്താ പറയുക എണീച്ച് നിന്ന് വിസിലടിച്ച് ബാണം വയ്ക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഇൻ്റർവോട്ടായിട്ട് സാധിച്ചില്ല. ഓക്കെ, അത്ര കിഡിലൻ 1-2 സീൻസ് ഉണ്ട്. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ്, അതായത് സിനിമയുടെ ഇൻ്റർവെൽ ക്ലോക്ക് തൊട്ട് എന്താ പറയുക ഒരു സിനിമ മൊമെൻ്റത്തിൽ വരും, മനസ്സിലായില്ലേ? സിനിമ ക്ലച്ച് പിടിക്കുന്നൊക്കെ പറയണ പോലെ അത്യാവശ്യം എന്താ പറയുക അത്യാവശ്യം നല്ല അത്യാവശ്യം കുറച്ച് ലാഗെല്ലാം കുറഞ്ഞ് അത്യാവശ്യം നമുക്ക് മൊമെൻ്റത്തിലോട്ട് വരും. പിന്നെ സിനിമയുടെ അത്യാവശ്യം സെക്കൻഡ് ഹാഫ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോണത് തന്നെ. പിന്നെ ട്വിസ്റ്റ്സ് ഉണ്ടോ ഇല്ലയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൂടുതലൊന്നും പറയില്ല, ഉണ്ട്. പക്ഷേ ദൃശ്യം 1ഉം 2ൻ്റെ അത്ര വർക്കായെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയും. അത് വേറെ ഇമ്പാക്റ്റ് ആയിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു കുറച്ചുകൂടെ പേഴ്സണൽ ഒരു സിനിമയാണ്, മനസ്സിലായില്ലേ? ദൃശ്യം 1ഉം 2ഉം പോലെയല്ല, കുറച്ചുകൂടെ എന്താ പറയുക ആ ഫാമിലീനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥ എന്നൊക്കെ പറയാം, ഈ ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എന്താ പറയുക, മനസ്സിലായില്ലേ? അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ട്വിസ്റ്റ്, പിന്നെ എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ഒരു ക്ലൈമാക്സ് ആയിട്ടുണ്ട്. അങ്ങനെ ഓവറോൾ സെക്കൻഡ് ഹാഫ് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. ഈ സിനിമയുടെ ഏറ്റവും വലിയ കുഴപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഈ സിനിമ സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ ആവശ്യമില്ലായിരുന്നു എന്നാണ്. അതായത് ഈ സിനിമ സത്യം പറഞ്ഞാൽ ആവശ്യമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ദൃശ്യം 1ന് ശേഷം ദൃശ്യം 2 ആവശ്യമില്ലായിരുന്നു. ആ സിനിമ ദൃശ്യം 1 ഒരു അത്യാവശ്യം നല്ലൊരു പ്രോപ്പർ ക്ലോഷറോടെയാണ് നിർത്തിയത്. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫിൻ്റെ ആവശ്യവും ഇല്ലായിരുന്നു, മനസ്സിലല്ലേ? അതന്നെയാണ് എനിക്ക് ആദ്യം തോന്നിയിട്ടുള്ളത്. പക്ഷെ പിന്നെ ആ സിനിമ കിടിലമായിട്ട് വന്നു ദൃശ്യം 2. അതുകൊണ്ടാണ് ആ സിനിമ ഇഷ്ടപ്പെട്ടത്. അഥവാ അതിന് വല്ല പാളിച്ച പറ്റുന്നെങ്കിൽ അതും കൊണ്ട് ആവശ്യമില്ലാത്തൊരു സിനിമയായി മാറുന്നത്. ഇത് പക്ഷെ അങ്ങനെയല്ല. ഇത് യാതൊരു വിധത്തിലുള്ള ആവശ്യവും സിനിമയിൽ കണ്ടില്ല. അതായത് ദൃശ്യം 1ലുള്ള ഒരു ഇവൻറ്റിനെ ഇത്രയും വലിച്ച് നീട്ടണമെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. ഈ സിനിമ സത്യം പറഞ്ഞാൽ യാതൊരുവിധ ആവശ്യവുമില്ല. എന്താ പറയുക മെയിൻ 1ഉം 2യുടെയും എന്താ പറയുക ഒരു ഇത് തോന്നിയിട്ടില്ല, മനസ്സിലായില്ലേ? എന്താ പറയുക അങ്ങനെ ഒരുപാട് പറഞ്ഞ സ്പോയിലറായിപ്പോൾ, മനസ്സിലായില്ലേ? അപ്പോൾ സിനിമ സത്യം പറഞ്ഞാൽ യാതൊരു ആവശ്യമില്ലായിരുന്നു സിനിമ ഷൂട്ട് ചെയ്യേണ്ടത്. സിനിമയുടെ മനസ്സിലായില്ലേ? അതായത് എന്താ പറയുക ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വളരെ വീക്കായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ്. ദൃശ്യം 2 പോലെ തന്നെ ദൃശ്യം 1 അങ്ങനെയല്ല, മനസ്സിലായില്ലേ? ദൃശ്യം 1ൽ ആ ഒരു ഫാമിലി കോമഡി ആയിക്കോട്ടെ ഒരു റിലേഷൻ ആയിക്കോട്ടെ എല്ലാം വർക്കാവും. കാരണം ദൃശ്യം 1ൻ്റെ സെക്കൻഡ് ഹാഫിൽ എന്തോ നൊളിഞ്ഞിരുന്നത് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ആദ്യം കാണുമ്പോൾ. അപ്പം നമുക്ക് തുടരും സിനിമ പോലെ, അതുകൊണ്ട് അത് വർക്കാവും. പക്ഷേ ദൃശ്യം 2ലേക്ക് വരാൻ എനിക്ക് തോന്നിയത് ഈ സെയിം ദൃശ്യം 1ൽ കാണിച്ചൊരു ഫാമിലിയിൽ ഒരു അത്യാവശ്യം കുറച്ച് തമാശ, കുറച്ച് അവിടെ ഇവിടെ ഫാമിലിയുടെ റിലേഷൻ അതൊക്കെ കാണിച്ച് ദൃശ്യം 2ൽ എനിക്ക് അത് കുറച്ച് പ്രശ്നമായിട്ട് തോന്നി. സെയിം സാധനം തന്നെ ദൃശ്യം 3. അതായത് പുതുമായിട്ട് ഒന്നുമില്ല ഫസ്റ്റ് ഹാഫിൽ. അതായത് ഒന്നുമില്ല സിനിമയിൽ ഫസ്റ്റ് ഹാഫിൽ. അതായത് റിപ്പീറ്റ് സാധനങ്ങൾ, അതായത് എന്താ പറയുക റിപ്പീറ്റ് അതായത് ഒന്നും പുതിയില്ല. ലാഗ് ഒരുപാട് നല്ല രീതിയിൽ ലാഗുണ്ട് ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ എന്താ പറയുക ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ വളരെ വീക്കായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ആയിക്കൊണ്ട് തന്നെ ഇരുന്നു. പിന്നെ എന്താ പറയുക പിന്നെ ഈ സിനിമയിൽ അടുത്ത മെയിൻ പ്രശ്നമാണ് ഈ സിനിമയുടെ പെർഫോമൻസസും ഡയലോഗ് ഡെലിവറിയും. ഈ സിനിമയിൽ സത്യം പറഞ്ഞാൽ ലാലേട്ടനും മുരളി ഗോപിയും കിടിലമായിട്ട് അഭിനയിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവർ രണ്ടുപേരുടെ പെർഫോമൻസ്. കിടിലുമായിരുന്നു. എസ്പെഷ്യലി ലാലേട്ടൻ അത് പറയേണ്ട ആവശ്യമില്ല. മുരളി ഗോപി ഏകദേശം നല്ല കിട്ടിയ റോള് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വേറെ ആരും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താ പറയുക ഡയലോഗ് ഡെലിവറി ആയിക്കോട്ട് പെർഫോമൻസ് ആയിക്കോട്ടെ എല്ലാം ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര വീക്കായിട്ട് എനിക്ക് തോന്നി. അതായത് ഈ സിനിമയിൽ പുതിയതായിട്ട് 2 ക്യാരക്ടേഴ്സ് നിങ്ങൾ ട്രെയിലറിൽ കണ്ടോല്ലേ, പുതിയതായിട്ട് 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ പെർഫോമൻസ് വളരെ വീക്കായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ എന്താ പറയുക അല്ലാതെ ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ഒരുമാതിരി സീരിയൽ ലെവൽ പെർഫോമൻസ് എനിക്ക് പേഴ്സണലി തോന്നി. ഡയലോഗ് ഡെലിവറിയും വളരെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. എല്ലാവരുടെയും പെർഫോമൻസ് എനിക്ക് ഒരു ഒപ്പീനിയനിൽ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് തോന്നി. എന്താ പറയുക എല്ലാവരുടെയും അങ്ങനെ ലാലേട്ടനും മുരളി ഗോപിയുടെ ഒഴികെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ. ഓക്കെ, അപ്പോൾ അതൊരു ചെറിയൊരു ഇതായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് ഒരു സീരിയൽ കാണുന്ന പോലെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കണില്ല. ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത്, അതായത് ഒരു കല്യാണ ആലോചന തന്നെ റിപ്പീറ്റായിട്ട്
കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പുറത്തോടെ ഈ ആർട്ടിഫിഷ്യൽ പെർഫോമൻസസും അതൊന്നും കാണുമ്പോൾ ഒരു സത്യം ഒരു സീരിയൽ കാണുമ്പോഴിരിക്കും. ആ ഫസ്റ്റ് ഹാഫിൽ ആകെ ഒരു ആശ്വാസം ലാലേട്ട സ്ക്രീൻ വരുമ്പോഴാണ്. ഒരു സീരിയലല്ല, ഇതൊരു സിനിമയാണ് കാണുന്നത് നമുക്ക് നമ്മുടെ റിമൈൻഡ് ചെയ്ത് തരണം ആ ഒരു ലാലേട്ടൻ എന്നൊരു ഒറ്റ ഫാക്ടറാണ്. ലാലേട്ടൻ എപ്പോഴൊക്കെ സ്ക്രീൻ വരണോ ഇതൊരു നല്ല സിനിമയാണ് എന്ന് നമുക്ക് തോന്നും. അത്ര കിടിലൻ പെർഫോമൻസ് ആണ് ലാലേട്ടൻ. ആ ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെ കിടിലുമാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറേ കൂടെ കഥയിലോട്ട് കിടക്കും. എന്നാലും ഈ ആർട്ടിഫിഷ്യാലിറ്റി അവിടെ ഇവിടെയൊക്കെ കയറി വരണുണ്ട്. ലാഗും അവിടെ ഇവിടെയൊക്കെ സെക്കൻഡ് ഹാഫിലുണ്ട്. പക്ഷേ ഓവറോൾ വലിയ കുഴപ്പമില്ലാത്ത സെക്കൻഡ് ഹാഫാണ്. ക്ലൈമാക്സ് അത്യാവശ്യം നല്ലൊരു സാധനം തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ഓവറോൾ കുഴപ്പമില്ലാത്തൊരു സെക്കൻഡ് ഹാഫ് തന്നെയാണ്. പിന്നെ ഈ സിനിമയുടെ മേക്കിംഗ് വൈസും കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതായത് സെക്കൻഡ് പാർട്ട് ദൃശ്യം 2 കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് എന്താ പറയുക, സൗണ്ട് ഡിസൈൻ ആയിക്കോട്ട്, ഓവറോൾ ക്യാമറയുടെ ആ ഒരു ക്വാളിറ്റി, എന്താ പറയുക, സിനിമാറ്റോഗ്രഫി, കളർ എല്ലാം കിടിലം തന്നെയായിരുന്നു. ഓവറോൾ മേക്കിംഗ് വൈസ് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് വളരെ വീക്കായിരുന്നു സത്യം പറഞ്ഞാൽ. സെക്കൻഡ് ഹാഫിലാണ് സാധനം ഉള്ളത്. അത് സഹിക്കണം ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ. എന്നാലും സെക്കൻഡ് ഹാഫിലോട്ട് ഒരു ഇത് ഓക്കെ. അപ്പോൾ എന്താ പറയുക, ഇതാണ് ഈ സിനിമയുടെ മെയിൻ ഒരു നെഗറ്റീവ്സ്. അത് ഈ സിനിമയുടെ ആവശ്യമില്ലായിരുന്നു സത്യം പറയുകയാണ്. ഈ സിനിമയിൽ സത്യം പറഞ്ഞാൽ ദൃശ്യം 1ഉം 2ഉം കണ്ട പോലെ ഒരു വാവ് ഫാക്ടർ ഈ സിനിമയിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, അതാണ് സിനിമ ദൃശ്യം 3ൽ എനിക്ക് മെയിൻ തോന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഈ സിനിമ ഓവറോൾ ഒരു ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഈ സിനിമയിൽ ദൃശ്യം 4 ഹിൻ്റ് ചെയ്തിരിക്കണം. ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ, അതായത് MCU അതായത് MCU പോലെ പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ ഇത് ദൃശ്യം 4 ഹിൻ്റ് ചെയ്യണം. എനിക്ക് എൻ്റെ ആവശ്യമായിട്ട് തോന്നി സത്യം പറഞ്ഞാൽ. ദൃശ്യം 2 പോലും ആവശ്യമില്ലായിരുന്നു, പക്ഷെ നന്നായിരുന്നു. ഓക്കെ, ദൃശ്യം 3 സത്യം പറഞ്ഞാൽ ഓക്കെ ഒരു മോശമില്ലാത്തൊരു സിനിമ, മനസ്സിലായില്ലേ? പക്ഷേ 1ഉം 2ൻ്റെ അത്ര എത്തിയില്ലെങ്കിൽ പോലും ഇതൊരു മോശമില്ലാത്തൊരു സിനിമ, ഒരു നല്ലൊരു കൺക്ലൂഷനാണ് ഈ സ്റ്റോറിക്ക്. ഇനി ഇതിനെ പിടിച്ച് തോണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ദൃശ്യം 4ൻ്റെ യാതൊരുവിധ ആവശ്യവും ദയവേത് ഉണ്ടാക്കാതിരിക്കുക എന്നാണ് തോന്നുന്നത്. ആ ഫ്രാഞ്ചൈസിനെയും ആ ഒരു ആക്ടേഴ്സിനെയും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സിനെല്ലാം റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ തന്നെയാണ്. അപ്പോൾ ഇനി ദൃശ്യം 4 ഉണ്ടാക്കാതിരിക്കുക. അതൊരുമാതിരി വൃത്തിയായിട്ടൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനായിപ്പോയി അത്. ഓക്കെ, പോസ്റ്റ് ക്രെഡിറ്റ് സീനല്ല, ഓക്കെ, അപ്പോൾ ഞാൻ കുറിച്ചൊന്നും പറയാനില്ല. പക്ഷേ ഓക്കെ, അപ്പോൾ എന്താ പറയുക, ദൃശ്യം 3 എനിക്ക് അതാണ് തോന്നുള്ളത്. പക്ഷെ ഞാൻ പറയും ഇത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണാം. കാരണം ഈ സിനിമ നിങ്ങൾ OTT വന്ന് എത്രത്തോളം ഇത് വർക്കാവുന്നുണ്ടോ. കാരണം ദൃശ്യം 2ൻ്റെ അത്ര നല്ലതല്ല. 2 OTT കണ്ടിട്ട് കിടലുമായിരുന്നു. ഇത് OTTയിൽ എത്ര നന്നായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതും എന്താ പറയുക, ലാലേട്ടൻ ഫാനാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഓക്കെ, സൂപ്പറാണ്. ചില സീനൊക്കെ കണ്ട് എനിക്ക് കിടിലുമായിരുന്നു. ലാലേട്ടൻ്റെ പെർഫോമൻസൊക്കെ സൂപ്പറായിരുന്നു. ഓക്കെ, പിന്നെ ഇത് നമ്മളല്ലോ കുറച്ചുകൂടെ സ്ലീപ്പർ സെൽ ഓഡിയൻസിനൊക്കെ കണക്റ്റ് ആവുന്നു. അതാണ് ഈ സിനിമ സത്യം പറയുകയാണെങ്കിൽ. അതായത് എൻ്റെ അമ്മൂമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സിനിമ. അതായത് ദൃശ്യം 2 അമ്മൂമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, പക്ഷേ ഈ സിനിമ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ പറയണത്. ഇത് എന്താ പറയുക, കുറച്ചുകൂടെ സ്ലീപ്പർ സെൽ ദൃശ്യം 1ഉം 2ഉം ഒക്കെ ഇഷ്ടപ്പെട്ട കുറച്ച് എന്താ പറയുക സ്ലീപ്പർ സെൽ ഒരു ഫാമിലി ഓഡിയൻസ് ഇനി പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമയാണിത്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഓഡിയൻസൊക്കെ കൂടെ ധൈര്യം ഒരു ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ് ദൃശ്യം 3. പക്ഷേ നിങ്ങൾ എൻ്റെ അടുത്ത് ആസ് എ ദൃശ്യം ഫാൻ ബോയ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ദൃശ്യം ഫാൻ ബോയ് എന്നുള്ള രീതി ചോദിക്കുകയാണെങ്കിൽ ഇത് അത്ര അങ്ങോട്ട് എനിക്ക് വർക്കായില്ല. പക്ഷേ എന്നാൽ ഒരു മോശം സിനിമയല്ലായിരുന്നു, മനസ്സിലായില്ലേ? ഓക്കെ, ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഗുഡ് വൺ ടൈം വാച്ച് നല്ല. എനിക്ക് പേഴ്സണലി ഒരുപാടൊന്നും ദൃശ്യം 3 തോന്നിയിട്ടില്ല. ഓക്കെ, ഒരു വൺ ടൈം വാച്ച്, ഒരു 5ൽ ഒരു 3.5 to 5 സ്റ്റാർസ് ഞാൻ കൊടുക്കും ഈ സിനിമയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് ദൃശ്യം 3 തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ റിവ്യൂ താഴെ പറയണം. ഓക്കെ, സ്പോയിലർ ഇല്ലാതെ പറയണം. ഓക്കെ, മാത്രമല്ല നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഒന്നും സെർച്ച് ചെയ്ത് നോക്കല്ല. എൻ്റെ റിവ്യൂ സ്പോയിലർ ഫ്രീ ആയിരുന്നു. എൻ്റെ റിവ്യൂവിൽ പ്രത്യേകിച്ച് യാതൊരു സ്പോയിലറും ഇല്ലായിരുന്നു. പക്ഷേ ചിലവർ സ്പോയിൽ ചെയ്യും, ചിലവർ ട്വിസ്റ്റൊക്കെ വന്ന് റിവീൽ ചെയ്യും. ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിൽ. എൻ്റെ അടുത്ത് തന്നെ തിയേറ്ററിൻ്റെ അടുത്തിരുന്ന ആൾ എന്താ പറയുക ഫസ്റ്റ് ഷോ കണ്ട് ഞാൻ ഉച്ചക്കത്തെ ഷോ ആണ് കണ്ടത്. അപ്പോൾ ആദ്യത്തെ ഷോ കൊണ്ട് പിന്നെയും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കൂടെ വന്നെന്ന് തോന്നുന്നു. ട്വിസ്റ്റൊക്കെ വന്ന് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ അപ്പം ഇങ്ങനെ ചെവിയും പൊത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു തിയേറ്ററിൻ്റെ അടുത്തുനിന്ന്. പിന്നെ ഞാൻ പറയാൻ പോയില്ല, ഞാൻ കുറച്ച് സംസാരിക്കാൻ പോയില്ല തന്നെ. അപ്പോൾ മാക്സിമം സ്പോയിലേഴ്സ് ഒന്ന് ഒഴിവാകാൻ നിൽക്കുക. കാരണം ഓക്കെ, ഇത് സ്പോയിലാവാതെ പോയി കണ്ടാൽ ഒരു ഇത് കിട്ടും. അപ്പോൾ അതെനിക്ക് ദൃശ്യം 3 തോന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു വേർഡിക്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സിനിമ, അത്ര എനിക്ക് തോന്നിട്ടുള്ളൂ, ആവറേജ്. അപ്പോൾ ഞാൻ ദൃശ്യം 3 തോന്നിട്ടുള്ളത്. ഇനിയിപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ,
അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ഒരു മാഡ്ലി ബൈ.